ആലുവ പൂക്കാട്ടുപടി മെയിൻ ബസ് റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 5.25 സെൻറ്റ് സ്ഥലത്തിൽ 2750 സ്ക്വയർ ഫീറ്റിലായിട്ട് ജിംനേഷ്യം അടക്കം 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗംഭീര വീടാണത്. നമുക്ക് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ബസ് റോഡിലേക്ക് വരുന്ന 300 മീറ്ററും എടപ്പള്ളി ടൗണിലേക്കും അതുപോലെ ആലുവയിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് 12 കിലോമീറ്ററുമാണ്. ഇനി നമുക്ക് ഈ വില്ലകളുടെ ഇൻഡിവിജ്വൽ റോഡ് എന്ന് പറയുന്നത് ഏകദേശം 5 മീറ്റർ വീതിയിൽ നല്ല ടാർ ചെയ്ത റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ റോഡിൻ്റെ സൈഡിലായിട്ട് നല്ല ഡ്രെയിനേജ് സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ പെബിൾ ടെക്സ്ചറുകളെല്ലാം കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല GI ഫ്രെയിം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു 2-way ലൈറ്റുകൾ ഉടനീളം ഈ മതിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്രെയിം വർക്കുകളൊക്കെ ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഗേറ്റിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗേറ്റ് ഫോൺ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീതിയും നീളമുള്ള ഒരു ഗേറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. GI ഫ്രെയിമിൽ തന്നെയാണ് ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ആർച്ച് വർക്കും ഗേറ്റിൻ്റെ മുകളിലായിട്ട് 2 പില്ലറിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ആർക്കിടെക്ചറൽ കളർ പാറ്റേൺ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബ്രിക്കിൻ്റെ ടെക്സ്ചർ വർക്ക് അഡീഷണലായിട്ട് വേറെ വരുന്നുണ്ട്. ലൂവറിൻ്റെ പാറ്റേൺ വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റുകളും LED സിലിണ്ടറിക്കൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു എലവേഷനാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കോമ്പൗണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കവേർഡ് പാർക്കിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വലിയ XUV ഒക്കെ പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഓപ്പൺ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ പ്ലാന്റുകളൊക്കെ ഫിക്സ് ചെയ്തിട്ട് പെബിൾസ് എല്ലാം വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്ക് വരുന്നുണ്ട്. അത് വർക്കൊക്കെ ഫിനിഷിംഗ് ലെവലിൽ നിൽക്കുകയാണ്. കൂടാതെ ഇവിടെയും ഒരു ചെറിയൊരു പ്ലാന്റ് ബോക്സ് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബിഹൈൻഡിലായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്നൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ലെതർ ഫിനിഷിൽ വരുന്ന G7 സ്ലാബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് സിസ്റ്റം വരുന്നത് ഫേസ് ഡിറ്റക്ഷനൊക്കെ ഉള്ള ടൈപ്പ് ലോക്ക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ഡോർ കടന്ന് നേരെ വരുന്ന ഈ വീടിൻ്റെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. LED പ്രൊഫൈൽ ലൈറ്റുകളെ കൊടുത്ത് ഭംഗിയായി തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൊടുത്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ്. നല്ല ഭംഗിയുള്ള ഷാൻഡിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഭിത്തിയിലായിട്ട് നല്ല രീതിയിൽ വാൾപേപ്പറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു എലഗൻറ്റ് ഡിസൈൻ തന്നെയാണ് വാൾപേപ്പറിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അവിടെ ഗ്ലാസ് വിൻഡോസ് വരുന്നുണ്ട്. ഫുള്ളി സ്ട്രക്ചർ ഗ്ലാസ് വിൻഡോസാണ് വരുന്നത്. ടഫൺ ഗ്ലാസ്സിൽ UPVC പാനലിങ് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ കർട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെയിം പാറ്റേണിൽ വരുന്നൊരു വാൾപേപ്പറിൻ്റെ വർക്ക് നമുക്ക് ഈ ഭിത്തിയിലും കിട്ടുന്നുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. നല്ലൊരു മെക്കാനിക്കൽ ക്ലോക്ക് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ പാസേജിൻ്റെ ഭിത്തിയിലായിട്ട് വേൾഡ് മാപ്പിൻ്റെ ഒരു ലേ ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വരുന്ന നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 8 സീറ്റർ 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലൊരു ക്രോക്കറി ഷെൽഫുകൾ വരുന്നുണ്ട്. ഗ്ലാസ് ഡോറുകളാണ് അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാൾപേപ്പറിൻ്റെ വർക്ക് ഇവിടെയും കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട്. LED സിലിണ്ടർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഹാങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് ചെറിയൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ നല്ല പോളിഷ്ഡ് പെബിൾ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ക്വാളിറ്റിയുള്ളൊരു വാഷ് ടോപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ജാഗ്വറിൻ്റെ തന്നെ ക്വാളിറ്റി ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റ് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റിംഗ് മിററുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് നല്ലൊരു മൊറോക്കൺ ടൈലിൻ്റെ ഡിസൈൻ പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഡൈനിങ് റൂമിൻ്റെ ഭിത്തിയിലായിട്ട് ചെറിയൊരു ഗ്ലാസ് വിൻഡോസ് വരുന്നുണ്ട്. ടഫൻ ഗ്ലാസ്സിൽ തന്നെ UPVC പാനലിംഗ് എല്ലാം കൊടുത്തിട്ട് കർട്ടൻ വർക്ക് എല്ലാം കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പാഷ്യോ ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുന്നേ കണ്ട വാട്ടർ ഫൗണ്ടൈൻ നമുക്ക് ഇവിടെ വന്നിട്ട് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ്, ആക്സസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മോഡലായിട്ട് ചെറിയൊരു ഫ്രെയിം വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ ഈ ഏരിയ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു ഭംഗിയുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലൊരു പാനലിംഗ് വർക്കുകളൊക്കെ അതിൻ്റെ എൻട്രൻസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ട് നാനോ വൈറ്റിലുള്ള ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ സൈഡിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹോബ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു നല്ലൊരു കളർ പാറ്റേണിൽ വരുന്ന കബോർഡ് വർക്കുകളും സ്റ്റോറേജ് സ്പേസുകളൊക്കെ മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള ഒരു സിങ്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള ടാപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രിഡ്ജ് വയ്ക്കാൻ വലിയ ഫ്രിഡ്ജൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസൊക്കെ കവർ ചെയ്തെടുക്കാവുന്ന ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡ് വർക്കൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി കിച്ചണായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഈ വീടിൻ്റെ ഡോറുകളുടെ എല്ലാം ഹൈറ്റ് ഒരു മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് 8 അടി ഹൈറ്റിലാണ്. നോർമലി 7 അടി ഹൈറ്റിലാണ് എല്ലാ വീടുകൾക്കും പ്രൊവൈഡ് ചെയ്യാറ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 1ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫർണിഷ്ഡ് ബെഡ്റൂം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടെല്ലാം കൊടുത്തിട്ട് കുഷനെല്ലാം കൊടുത്ത് നല്ലൊരു ഹെഡ് റെസ്റ്റ് എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സുനീന്ദ്രയുടെ ബെഡാണ് കൊടുത്തിട്ടുണ്ട്. പില്ലോ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് നല്ലൊരു വാൾപേപ്പറിൻ്റെ വർക്ക് വരുന്നുണ്ട്. 2 സിംഗിൾ പാളി വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കർട്ടൻ വർക്കുകൾ അതിൻ്റെ കൂടെ അവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള സീലിംഗ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. BLDC ഫാനുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. ഈ ഭാഗത്താണ് നമ്മുടെ ഇതിൻ്റെ വാൾഡ്രോബ്സ് വരുന്നത്. സ്ലൈഡിങ് ഡോർസ് എല്ലാം കൊടുത്തിട്ട് വൈറ്റ് കളർ വുഡൻ കളർ തീമിലാണ് കബോർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. അതിലും കർട്ടൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കുഷനെല്ലാം കൊടുത്തിട്ട് ഇരിക്കാവുന്ന ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഷൂറാക്കും ഈ സൈഡിലായിട്ട് അവർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പാഷ്യോയിലേക്കാണ് നമ്മളടുത്ത് വരുന്നത്. ഗ്ലാസ് ഡോറൊക്കെ കൊടുത്ത് ടഫൻ ഗ്ലാസ്സിൽ UPVC പാനലിംഗ് എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഗാർഡൻ വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടൊരു ഫ്രെയിം വർക്കെല്ലാം കൊടുത്ത് നല്ല ക്ലാസ് ആയിട്ട് തന്നെയാണ് ഈ ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പാസേജിലായിട്ടൊരു ഡ്രസ്സിങ് മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത്ത് മിററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല താഴെയായിട്ട് ഒരു ചെറിയൊരു നിഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമിൻ്റെ ഫൈബർ ഡോറ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് ടബൊക്കെ കൊടുത്തിട്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളും ജാഗ്വാറിൻ്റെ വാൾ മൗണ്ട് കൺസീൽഡ് ഫിറ്റിങ്സുകൾക്കും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ കൊടുത്ത് ലൈറ്റ് ഫിറ്റിങ്സ് എല്ലാം ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സി ടൈപ്പ് വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമിലും ഹെയർ ഡ്രയർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലാണ് എത്തിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഭിത്തിയിലായിട്ട് വാൾപേപ്പറിൻ്റെ വർക്ക് വരുന്നുണ്ട്. 2 സിംഗിൾ പാളി വിൻഡോ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം വരുന്നത് ഈ കോർണറിലാണ്. സ്ലൈഡിങ് ഡോർസ് കൊടുത്ത് വൈറ്റ് കളർ വുഡൻ കളർ തീമിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഡ്രസ്സിങ് മിറർ വരുന്നത്. ലെങ്തി ഡ്രസ്സിങ് മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഷൂറാക്ക് പോലത്തെ ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയയിലേക്കാണ്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷനിൽ വരുന്ന ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണത്. ജാഗ്വാറിൻ്റെ തന്നെ കൺസീൽഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഹീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ജാഗ്വാറിൻ്റെ തന്നെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും മിററും എല്ലാം ഹെയർ ഡ്രയറും എല്ലാം ഇവിടെയും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക കണ്ടംപററി ബീം സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ടഫൻ ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാക്വയിലായിട്ട് കൊടുത്തിരിക്കുന്നത് വുഡൻ പാനലിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് 2 ഗ്ലാസ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നല്ല ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും കർട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആൻറ്റിക്ക് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി മിഡിലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ലാൻഡിങ് പോലത്തെ ഒരു ഏരിയ ആണ് കിട്ടുന്നത്. നമ്മുടെ ടഫ് ആൻഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഹാൻഡ് റെയിലിൻ്റെ വർക്കിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെയും വരുന്നുണ്ട്. ഈ സൈഡിലായിട്ടൊരു ഗ്ലാസ് സ്ട്രക്ചർ വരുന്നുണ്ട്. ഒരു ഫിക്സഡ് ഗ്ലാസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കർട്ടൺ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായി തന്നെ ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പാസേജിലായിട്ട് ഒരു അരിക്കോപ്പാമിൻ്റെ ഒരു പ്ലാന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ നേരെ വരുന്നത് ഒരു പാസേജിലേക്കാണ്. ഈ പാസേജിൽ നിന്നിട്ട് നമുക്ക് താഴത്തെ ലിവിങ് ഏരിയയുടെ ഡബിൾ ഹൈറ്റഡ് വ്യൂ നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഷാൻലിയറൊക്കെ നമുക്ക് നല്ല അടുത്ത് നിന്ന് കാണാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്, ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിലൊരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 75 ഇഞ്ചിൻ്റെ ഒരു TV അവർ ഓൾറെഡി LGയുടെ TV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 റിക്ലൈനറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു ബേ വിൻഡോ സെറ്റപ്പിൽ ഒരു ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ ഹൈറ്റ് വ്യൂ കാണാൻ പറ്റുന്ന ഒരു സൗകര്യവും ഒരു കുഷനൊക്കെ ഇട്ട് ഇരിക്കാവുന്ന സൗകര്യവും നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെയും ബെഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പില്ലോകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വാൾപേപ്പറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ കബോർഡ് സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ വാൾഡ്രോബുകൾ, സ്ലൈഡിങ് ഡോർസ് എല്ലാം കൊടുത്തിട്ട് താഴത്തെ അതേ ഡിസൈനിലും പാറ്റേണിലും തന്നെ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കുഷനൊക്കെ ഇട്ട് ഇരിക്കാവുന്നൊരു സൗകര്യം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ ഗ്ലാസ് ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പേസാണത്. ഫിക്സഡ് ഗ്ലാസും LED ലൈറ്റിങ്ങുകളും കൊടുത്ത് ഭംഗിയിൽ തന്നെ നമുക്ക് പുറമേ നിന്നും ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഭിത്തിയിലായിട്ട് ഒരു ഗ്ലാസ് വിൻഡോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കർട്ടനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കർട്ടൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നതല്ല. കൂടാതെ ബാത്ത് ടബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ വാഷ് കൗണ്ടറുകൾ വരുന്നുണ്ട്. ഹെയർ ഡ്രയർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED മിറർ ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലാണ് ടോട്ടലി 4ാമത്തെ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഫ്ലോട്ടിംഗ് ബെഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സുനീന്ദ്രയുടെ നല്ല രീതിയിൽ ഹെഡ് റെസ്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ വാൾപേപ്പറിൻ്റെ വർക്കുകൾ മറ്റുള്ള റൂമുകൾ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. കർട്ടൺ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും വരുന്നുണ്ട്. ഷൂ റാക്കുകളും മിറർ സൗകര്യവും എല്ലാം ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാൾഡ്രോബ് സെയിം കളർ പാറ്റേണിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടും നമുക്ക് പുറത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് സ്ട്രക്ചർ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കർട്ടൺ വർക്കെല്ലാം ചെയ്ത് പാനലിംഗ് എല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയെല്ലാമാണ് ഈ ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, എല്ലാ ബാത്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഡോർസ് എല്ലാം കൊടുത്തിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ കൺസീൽഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹീറ്റർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റെയിൻ ഷവറുകൾ വരുന്നുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ വരുന്നുണ്ട്. ഒരു ലൈറ്റിംഗ് മിററുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വീടിനൊരു ജിംനേഷ്യം ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല രീതിയിൽ ഒരു ജിംനേഷ്യം ലെവലിൽ തന്നെയാണ് ഈ ഏരിയയും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രെഡ്മില്ല് കൊടുത്തിട്ടുണ്ട്, കാർഡിയോ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്, ഡംബിൾസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു വർക്കൗട്ട് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഒരു ചെറിയ യൂട്ടിലിറ്റി സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അയൺ ചെയ്യാനുള്ള ടേബിൾ ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനും മറ്റും വയ്ക്കാനുള്ള പവർ പോയിന്റുകളും ഡ്രൈനേജുകളും ടാപ്പ് പോയിന്റുകളും എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വസ്ത്രം വിരിച്ചിടാനുള്ള സൗകര്യവും എല്ലാം ഈ ഏരിയയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മളിവിടെ നിന്ന് പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ടൈൽ പാറ്റേൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസിലാണ് നമ്മൾ വരുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ, ലോവർ പാനലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ആട്ടുകട്ടിലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്.
ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയും. ആലുവ ടൗണിൽ നിന്നിട്ട് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 5.25 സെൻറ്റ് സ്ഥലത്തിൽ 2750 സ്ക്വയർ ഫീറ്റിൽ ജിംനേഷ്യം അടക്കം 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,59,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ഈ വീട് കാണുന്നതിന് സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.